രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്ന് കണ്ടതാണ്, കഴിഞ്ഞ ആഴ്ച. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ പാടില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാമല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആൽബിൻ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടോ? അതെയോ ഇങ്ങനെ വെറുതെ പുസ്തകം മടക്കി വെച്ചിരിക്കുകയാണോ ചെയ്തേ? റോസ്മേരി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ നേരിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ടീച്ചേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ നിങ്ങളെ വിളിച്ച് ചോദ്യം ചോദിച്ചോളും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഈ വർഷത്തെ 9ാം ക്ലാസ്സിൻ്റെ പഠനം ആരംഭിച്ചു. ദൈവാരാധനയെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ദൈവാരാധന ദൈവത്തോടുള്ള പ്രാർത്ഥനയാണെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ നമുക്ക് ഈ ക്ലാസ്സും പ്രാർത്ഥിച്ച് തന്നെ തുടങ്ങാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധയമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ള കൂട്ടുകാരെ, കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച ഭാഗത്തുനിന്ന് നിങ്ങളോട് 1-2 ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുമോ? ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങൾ പഠിച്ചു എന്ന് എനിക്ക് ഉറപ്പാക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്: ദൈവാരാധന എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് അതെന്ന് തുടങ്ങിയതാണ്? എന്നാണ് ദൈവാരാധന എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തുടങ്ങിയത്? ഫിലിപ്പ് പറഞ്ഞേ, എന്നാ തുടങ്ങിയത്? കറക്റ്റ്. അതായത് മനുഷ്യചരിത്രം എന്ന് ആരംഭിക്കുന്നുവോ അന്നു മുതലേ തന്നെ ഇത് തുടങ്ങിയതാ അല്ലേ? അതുപോലെ തന്നെ വേറെ ചോദ്യം ചോദിക്കാം. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു വിശുദ്ധൻ്റെ ഒരു കൊട്ടേഷൻ കണ്ടായിരുന്നു. ഒരു വിശുദ്ധൻ ദൈവാരാധനയെക്കുറിച്ച് പറയുന്ന ഒരു കൊട്ടേഷൻ. ഏത് വിശുദ്ധനാണത്? നമ്മുടെ മെറിൻ പറഞ്ഞേ, ഏത് വിശുദ്ധനാണത്? കറക്റ്റ്, വിശുദ്ധ അഗസ്തീനോസ് ആണ് പറഞ്ഞത്. ആ കൊട്ടേഷനൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മനുഷ്യനിലുള്ള അടിസ്ഥാനപരമായ ദൈവാരാധനയോടുള്ള താല്പര്യവും അവൻ എങ്ങനെയാണത് ചരിത്രത്തിൽ പ്രകടിപ്പിച്ചതെന്നും പഴയ നിയമകാലത്ത് എപ്രകാരമായിരുന്നു ദൈവാരാധനയെന്നും എങ്ങനെയുള്ളൊരു ദൈവമായിട്ടാണ് പഴയ നിയമത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നതെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോംവർക്കും ചെയ്തുവെന്നാണ് ഞാൻ വിശ്വസിക്കുക. പ്രിയമുള്ള കൂട്ടുകാരെ, അങ്ങനെ ദഹനബലിയിലൂടെയും പാപപരിഹാര ബലിയിലൂടെയും ഹോമയാഗങ്ങളിലൂടെയും ഒക്കെ പഴയ നിയമ ജനത ദേവാലയങ്ങളിൽ ബലി കഴിക്കുകയും ആരാധനകൾ സമർപ്പിക്കുകയും സിനഗോഗുകളിൽ അവരുടെ വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തുവെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് തുടർന്ന് 1ാം പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. എന്താണത്? ആത്മാവ് നഷ്ടമായ ആരാധനയെന്നാണ് പുസ്തകത്തിൽ കിടക്കുക. ആത്മാവ് നഷ്ടമായ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ പഴയ നിയമ ജനത, ഇസ്രായേൽ ജനത ആദ്യമൊക്കെ ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തിൽ നിന്ന് കൃപയും അനുഗ്രഹങ്ങളും പ്രാപിക്കണം എന്നൊക്കെ. അങ്ങനെയാണ് അവർ ആരാധിക്കുവാനായിട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് അവർ ദേവാലയങ്ങളും സിനഗോഗുകളും ഒക്കെ സ്ഥാപിച്ചത്. പക്ഷെ ക്രമേണ അത് വെറുതെ ഒരു അധര വ്യായാമമായി അവരുടെ ഇടയിൽ മാറുകയാണ്. ഒരു മൗത്ത് എക്സസൈസ്. വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, കുമ്പിടുന്നു, അല്ലെങ്കിൽ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അങ്ങ് ചെയ്യുന്നു എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതിലൂടെ യഥാർത്ഥത്തിലുള്ളൊരു ദൈവസ്നേഹം അടുത്തനുഭവിച്ചറിയുവാനോ അല്ലെങ്കിൽ ദൈവത്തോട് കൃപകളെ യാചിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ അതിന് ആനുപാതികമായി തങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരോട് അനുഭാവപൂർവ്വം പെരുമാറാനോ ഒന്നും ഈ പഴയ നിയമജനതയ്ക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ട് ദൈവം ആകപ്പാടെ അസ്വസ്ഥനാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുക. എന്താണ് അവിടെ കാണുന്നത്? 29:13 നാം ഇങ്ങനെ വായിക്കുന്നു: ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. നമ്മൾ കുർബാനയ്ക്ക് പോയി, നല്ല പാട്ട് കുർബാനയാണ്, അച്ഛൻ നല്ല വണ്ണം കീറി വിടുന്നുണ്ട്. നമ്മളതെല്ലാം കണ്ട് അന്തം വിട്ട് കുന്തം വിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ശരീരം എവിടെ ആയിരിക്കും, മനസ്സ് വേറെ വല്ലയിടത്തും ആയിരിക്കും. ഇന്ന് ചെന്ന് കഴിയുമ്പോൾ ചിക്കൻ കാലാണോ
പോത്തൊലത്തിയതാണോ, എന്താണ് കഴിക്കാൻ കിട്ടുക എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ പലരും കുർബാനയ്ക്ക് കൂടാൻ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ ടെസ്റ്റ് ക്രിക്കറ്റിന് ഏത് രാജ്യമാണ് ജയിക്കാൻ പോകുന്നുള്ളതായിരിക്കും നമ്മുടെ തലയിൽ ചിന്ത. ഇങ്ങനെ അനവധിയായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പലവിചാരപ്പെട്ട് കുർബാന അവസാനിപ്പിച്ച് നമ്മുടെ വഴിക്ക് പോകും. അങ്ങനെയുള്ള ആരാധനകളാണ് ആത്മാവ് നഷ്ടപ്പെട്ട ആരാധന എന്ന് പറയുന്നത്. നമ്മൾ പറയണ കേൾക്കാറില്ലേ, ആർക്കാണ്ടൊക്കെ വേണ്ടി ഓക്കാനിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് ഓക്കാനിക്കണമെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല, ആരോ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കാനിക്കുന്ന പോലെ കാണിക്കുക. ആ രീതിയിൽ ദൈവത്തിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ കടന്നു ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. അപ്പോൾ പഴയ നിയമ ജനത ദൈവത്തെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ യഥാർത്ഥ ദൈവസ്നേഹത്തിൽ വളരുവാനോ ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനോ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ നാം വായിക്കുക. എന്താണത്? ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ മിശിഹായുടെ വരവോടുകൂടെ യഹൂദരുടേതായ ആരാധനക്രമത്തിൽ അല്ലെങ്കിൽ അവരുടെ ദൈവാരാധനയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കുമൊക്കെ ഒരു വിരാമം കുറിച്ചുകൊണ്ട് ഈശോ മിശിഹ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മളെ ആരാധിക്കാനായിട്ട് ഒരുങ്ങേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ് തുടങ്ങിയപ്പോൾ പങ്കുവെച്ച ഈ സമറിയായക്കാരി സ്ത്രീയുടെ അനുഭവം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുക, വർഷിപ്പ് ഗോഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്. എങ്ങനെയാണ് സത്യത്തിലും ആത്മാവിലും നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്? പ്രിയമുള്ളവരെ, അതിനൊറ്റയ്ക്കൊരു ഉത്തരമേ ഉള്ളൂ, സ്നേഹിച്ചുകൊണ്ടാണല്ലേ. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങി, അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഈശോയുടെ ജീവിതത്തിലുടനീളം സ്വജീവൻ നൽകിക്കൊണ്ട് ഈശോ അത് പ്രകടമാക്കി. അങ്ങനെയാണ് ദൈവപിതാവിനെ ഈശോ പ്രീതിപ്പെടുത്തിയത്. അതുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി ഒരു യാഗമായി കുരിശിൽ മരിച്ചു. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുവാൻ വേണ്ടി, നമ്മുടെ അപരാധങ്ങളെല്ലാം മാഞ്ഞു പോകുവാൻ വേണ്ടി ഈശോ നമുക്ക് വേണ്ടി ബലിയായി മരിച്ചു എന്ന് നമുക്കറിയാം. കൂട്ടുകാരെ, അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി മറ്റൊരു സഭാപിതാവായ വിശുദ്ധ ഇരണീവൂസ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. പേരൊക്കെ പറയുമ്പോൾ കൃത്യം പറയണം കേട്ടോ. വിശുദ്ധ ഇരണീവൂസ്, അദ്ദേഹം ഒരു ഗ്രീക്ക് സഭാ പിതാവാണ്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദൈവഹിതമനുസരിച്ചുള്ള ദൈവകൽപ്പനകൾക്കനുസൃതമായ ജീവിതമാണ് യഥാർത്ഥ ആരാധന. കണ്ടോ, നമ്മൾ ആദ്യമേ വി ഷുഡ് സീക്ക് ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുക. അതുകൊണ്ട് ഈശോയുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിക്കേ. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ തൻ്റെ പീഡാസഹനങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് നെടുവീർപ്പിട്ട് രക്തത്തുള്ളികൾ വേർപ്പായി വന്നു എന്നാണ് വചനം പറയുക. അതുപോലെ പ്രാർത്ഥിക്കുകയാണല്ലേ. പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകന്നു പോകട്ടെ. അതിനുശേഷം ഈശോ എന്താ കൂട്ടിച്ചേർത്തത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നോട്ട് മൈ വിൽ ബട്ട് യോഴ്സ് വിൽ ബി ഡൺ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. അതായത് നമുക്ക് കുറേ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളുണ്ട്, അതെല്ലാം എനിക്കിതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെടുവേർപ്പിട്ട് പ്രാർത്ഥിക്കുന്നതിൽ മാത്രം അർത്ഥമില്ല. നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും ഈശോയെ, എൻ്റെ ആഗ്രഹം ഇതാണ്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ തന്നാൽ വളരെ ഉപകാരം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഓർത്തിരിക്കേണ്ടത്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം എന്നുള്ള കാര്യമാണ്. അത് പൗലോസ്ലീഹയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. വിശുദ്ധവും സജീവവുമായ ബലിയായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തെ മുഴുവനും ഒരു വിശുദ്ധ ജീവിതമാക്കി സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അവസരം നൽകുന്ന ഏറ്റവും മനോഹരമായ വേദിയാണ് തിരുസഭ. അതുകൊണ്ട് തിരുസഭ എന്താണ് ദൈവാരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണത്? സഭയുടെ ആരാധനയായ വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും കൂദാശ അനുകരണങ്ങളിലും യാമപ്രാർത്ഥനകളിലും പങ്കുചേർന്ന് ദൈവത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പോഴും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സഭയുടെ ശിരസായ മിശിഹായോട് ചേർന്ന് അർപ്പിക്കുന്നതാണ് ക്രൈസ്തവ ആരാധന. അതായത് സഭയാകുന്ന ആരാധനാ സമൂഹത്തിൽ, സഭയാകുന്ന പുതിയ ഇസ്രായേലിൽ, പഴയ നിയമ ജനത, പഴയ നിയമ ഇസ്രായേൽ, അത് മാറി ഈശോയുടെ വരവോടുകൂടെ സഭയാകുന്ന പുതിയ ഇസ്രായേൽ രൂപപ്പെടുകയാണ് അല്ലേ. ആ സഭയാകുന്ന പുതിയ ഇസ്രായേലിൽ സഭാഗാത്രത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന, കൂദാശകൾ, യാമപ്രാർത്ഥനകൾ, കൂദാശ അനുകരണങ്ങൾ
ഈ കാര്യങ്ങൾ കൃത്യം നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഈ മാർഗങ്ങളിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്നതാണ് എന്ത്? യഥാർത്ഥത്തിലുള്ള ദൈവാരാധന. അല്ലാതെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ മാത്രം ഓടി നടക്കുന്ന ഒരു ജനതയല്ല യഥാർത്ഥത്തിലുള്ള ദൈവാരാധന നടത്തുന്നവർ. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പോരായ്മ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാൻ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി വരും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കപ്പെടുന്നത് സഭയിലൂടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പരമ്പരാഗതമായ ദൈവനിവേശിതമായ വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായ ഇത്തരത്തിലുള്ള ആരാധനാ രീതികൾ നമ്മൾ സ്വീകരിക്കുക വഴിയായി പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയപ്പെടുമെന്നാണ് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ യാമപ്രാർത്ഥനകളിൽ നമ്മുടെ പല പള്ളികളിലും പ്രഭാത പ്രാർത്ഥന, സപ്രാ പ്രാർത്ഥന ഒക്കെ പല രൂപതകളിലും പല പള്ളികളിലും നടത്താറുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ കൂദാശകൾ, ഇപ്പം കുർബാനയ്ക്ക് നമ്മൾ പോകുന്നു, എന്നാൽ നമ്മളൊരു വിവാഹത്തിൽ സംബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാമോദീസായിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഭക്തിയോടുകൂടിയാണ് നിൽക്കുന്നത്? അല്ല, നിങ്ങളുടെയൊക്കെ വീട്ടിൽ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് രോഗീലേപനം നൽകാൻ അച്ഛൻ വരുമ്പോൾ നിങ്ങൾ എന്തോരം ഭക്തിയോടുകൂടിയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. കാരണം കൂദാശകളിലൂടെ അല്ലെങ്കിൽ ഭവനം വെഞ്ചരിക്കാനായിട്ട് വരുമ്പോൾ അതൊരു കൂദാശ അനുകരണമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മൃതസംസ്കാരം നടത്താനായിട്ട് എത്ര പേര് നമ്മുടെ ഇടവകയിൽ ഒരു അപ്പച്ചൻ മരിച്ച ഒരു അമ്മച്ചി മരിച്ച നമ്മൾ എത്ര പേര് പള്ളിയിൽ പോവും? അടുപ്പമുള്ള കുറച്ച് പേര് പോവും. പക്ഷേ അതൊരു കൂദാശ അനുകരണമാണ് ശവസംസ്കാരം എന്ന് പറയുന്നത്. അതിലൂടെ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും. ആ രീതിയിൽ സഭ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്തുവാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും വേണം നമ്മൾ ശ്രദ്ധിക്കുവാൻ. അപ്പോൾ ദൈവാരാധനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനായി ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ലെയ്തൂർഗിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നും വരുന്ന ലിറ്റർജി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ് ദൈവാരാധനയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുക. ലെയ്തൂർഗിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്, അതായത് പൊതുവായ പ്രവൃത്തി, പബ്ലിക് ആക്ട് എന്നാണ് ഈ വാക്കിൻ്റെ തത്വത്തിലുള്ള അർത്ഥം. മലയാളത്തിൽ നമ്മൾ ദൈവാരാധന എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ നമ്മൾ ലീറ്റർജി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ആ വാക്കിൻ്റെ വരവാണ് ഞാൻ ലെയ്തൂർഗിയ എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണെന്ന് പറഞ്ഞത്. അപ്പം ആരാധനക്രമം എന്ന് പറഞ്ഞാൽ, അല്ലെ ലിറ്റർജി എന്ന് പറഞ്ഞാൽ മേൽ പറഞ്ഞ കുർബാന, ആരാധനക്രമ വത്സരം, കൂദാശകൾ, കൂദാശ അനുകരണങ്ങൾ, യാമപ്രാർത്ഥനകൾ ഇതെല്ലാം ഉൾപ്പെടുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു അടിസ്ഥാന വിവരം പലപ്പോഴും നമുക്ക് നഷ്ടമായി പോകുന്നത് കൊണ്ടാണ് ദൈവാരാധനയിൽ ആഴവും അർത്ഥവും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്. എങ്ങനെയാണ് കൂടുതൽ ആഴത്തിൽ ഈ ദൈവാരാധനയിൽ നമ്മൾ ഇടപെടേണ്ടതെന്നുള്ള കാര്യം നമുക്ക് വരുന്ന അധ്യായങ്ങളിലൊക്കെ കാണാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ടാസ്ക്, ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്നൊരു ടാസ്ക് ഇതാണ്. നിങ്ങൾ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഒഴികെ വേറെ അനേകം കൂദാശകളിൽ പങ്കുചേർന്നിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഏതെങ്കിലും ഒരു കൂദാശയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. അതാണ് ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് നൽകുന്ന ഒരു ടാസ്ക് എന്നുള്ളത്. ഈശോ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നല്ലവണ്ണം വായിച്ച് പഠിച്ച് ഒരുങ്ങി വിശുദ്ധരായ മക്കളായി ജീവിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, കഴിഞ്ഞ മിനിറ്റുകളിൽ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധാത്മാഭിഷേകത്തിനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.